ന്യൂജൻ കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയം. ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. ഉന്നതമായ സർവകലാശാലകളുടെ കീഴിൽ തന്നെ അംഗീകാരങ്ങളെല്ലാമുള്ള ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സിനായി ധാരാളം കുട്ടികളാണ് ഓരോ വർഷവും ശ്രമിക്കുന്നത്. എന്നാൽ പഠനത്തിനൊപ്പം തന്നെ എക്സ്പീരിയൻസ് കൂടി ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം പഠനം പൂർത്തീകരിച്ച് വീണ്ടും വർഷങ്ങളോളം എക്സ്പീരിയൻസ് സ്വായത്തമാക്കുന്നതിന് വേണ്ടി ചിലവഴിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും വരുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ടുള്ള പുതിയൊരു രൂപമാണ് മർക്കസ് നോളജ് സിറ്റിയിലെ ഹോട്ടൽ ഫെസിന് കീഴിൽ നടക്കുന്ന ഫെസിൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സ് നടപ്പാക്കുന്നത്. ഈ കോഴ്സിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇവിടെ നിലവിൽ ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നത്? നമ്മളിവിടെ കൊടുക്കുന്നത് BBA ഹോണേഴ്സ് പ്രോഗ്രാം 4 years പ്രോഗ്രാം ഉണ്ട്. അത് BBA ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് വിത്ത് ഏവിയേഷൻ ഓർ ട്രാവൽ ആൻഡ് ടൂറിസം. പിന്നെ 3 year നോർമൽ ഡിഗ്രി പ്രോഗ്രാം ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് വിത്ത് ഏവിയേഷൻ ഓർ ട്രാവൽ ആൻഡ് ടൂറിസം. 2 year അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് വിത്ത് ഏവിയേഷൻ ഓർ ട്രാവൽ ആൻഡ് ടൂറിസം. പിന്നെ 1 year സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് വിത്ത് ഏവിയേഷൻ ഓർ ട്രാവൽ ആൻഡ് ടൂറിസം. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഏവിയേഷൻ രംഗത്ത് ഹോണേഴ്സ് ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഏത് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ്? ഏനപ്പോയ മംഗലാപുരം യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത്. എക്സാംസ് എല്ലാവരുടെയും 3 year ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 years മംഗലാപുരം ഏനപ്പോയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ക്ലാസ്, പിന്നെ ഫൈനൽ 1 year നോളജ് സിറ്റിയിൽ ഇന്റേൺഷിപ്പ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്റേൺഷിപ്പ് ഇവിടെ നൽകും, എക്സാമുകൾ അവിടെ നടക്കും. ആ രൂപത്തിൽ ശരി. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഉള്ള അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെ? അവിടെ അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസും ക്ലാസ് എല്ലാം ക്യാമ്പസിനകത്ത് തന്നെയാണ്. സോ എങ്ങനെ വെച്ചാൽ അവർക്ക് എയർ കണ്ടീഷൻ ക്ലാസ് റൂം, ഹോസ്റ്റൽസ് ഒക്കെയാണ്. അവർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും. അതേപോലെ ഡ്യൂറിങ് അവിടുത്തെ ക്ലാസ് ടൈമിൽ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് വരുകയാണെങ്കിൽ അവർക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. ഇതാണ് അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ്. ഏനപ്പോയ യൂണിവേഴ്സിറ്റി വളരെ ഫേമസ് ആണ്. എങ്കിലും നമ്മൾ ഈ BBA കോഴ്സുകളുടെ അംഗീകാരം എത്രത്തോളം ഉണ്ട്? നമുക്ക് ഏനപ്പോയ പറയുന്നത് NAC A+ ഗ്രേഡുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലത്തെ 95th റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. അതോടൊപ്പം നമ്മൾ ആഡ് ഓൺ കോഴ്സുകളായിട്ട് വല്ലതും കൊടുക്കുന്നുണ്ടോ? ആഡ് ഓൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ വർഷം മുതൽ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 3 months ഡ്യൂറേഷൻ കോഴ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ബേസിക് അറബിക് സ്പീക്കിംഗ് കോഴ്സ് കൂടി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പറയും തന്നെ GCC കൺട്രീസിൽ ഒരുപാട് വേക്കൻസീസ് ഉള്ളതാണ്. സോ ആ ടൈമിൽ അവർ GCC കൺട്രീസ് ആണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് അറബിക് സ്പീക്കിംഗ് കാൻഡിഡേറ്റ്സിന്. സോ ഈ വർഷം മുതൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അവർക്ക് ഹോസ്പിറ്റാലിറ്റി മേഖലയിലൂടെ തന്നെ അറബിക്, അതായത് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ബേസിക്കായിട്ട് അറബിക് സംസാരിക്കാം, അതിൻ്റെ ഒരു കോഴ്സ് കൂടി ഈ വർഷം മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി 3 വർഷത്തെ ഡിഗ്രി കഴിയുമ്പോഴേക്ക് ആ കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നു, 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പബ്ലിക്കുമായിട്ട് ഗസ്റ്റുമായിട്ട് സംസാരിക്കാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടി, ബേസിക് കഴിവ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും പലപ്പോഴും മാറിപ്പോകുന്നൊരു സംഗതി. എന്താണ് നമ്മളെ സവിശേഷത? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എൻറ്റയർലി മെഡിക്കലാണ്. ഇത് എല്ലാവരും ചോദിക്കുന്ന ഇഷ്യൂ ആണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് എൻക്വയറീസ് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ 4 വിവിധ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഓഫീസ് ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ F&B സർവീസ് ഉണ്ട്, പിന്നെ ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. F&B സർവീസ് വരുമ്പോൾ നമുക്ക് ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, നമുക്ക് സർവീസ് ചെയ്യുന്നത്, പിന്നെ ഹൗസ് കീപ്പിംഗ്, ഈ 4 ഡിപ്പാർട്ട്മെന്റ്സ് നമ്മളുള്ളത്. സോ നമുക്കൊരു ഹോസ്പിറ്റാലിറ്റി പറഞ്ഞാൽ എല്ലാ മേഖലകളും കവർ ചെയ്യുന്നതാണ്. ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലും കവർ ചെയ്യണം, എല്ലാ സെക്ടേഴ്സും കൂടെ കവർ ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ ഈ 4 ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം നമ്മളിവിടെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നുണ്ട്, IT കൊടുക്കുന്നുണ്ട്, അതുപോലെ ബ്രാൻഡിങ് ടീമിലും കൊടുക്കും. സോ പിന്നെ അക്കൗണ്ട്സും HR-ഉം. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നമ്മൾ കവർ ചെയ്യുന്നതാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ഓൺ ആയിട്ട് AI കോഴ്സുകൾ കൊടുക്കുന്നത് അതെങ്ങനെയാണ്? അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ബേസിക് ആയിട്ട് അവർക്ക് കൊടുക്കും. അതേപോലെ തന്നെ AR VR ടെക്നിക്സ് ആയിരിക്കും കോഴ്സ് ചെയ്യുക. 60% പ്രാക്ടിക്കൽ ആയിരിക്കും, 40% തിയറി ആയിരിക്കും. സോ നമ്മുടെ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ അവർക്ക് അതും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുക. പറയും നമുക്ക് AI-ൻ്റെ ഇപ്പോൾ വളർച്ച അറിയാം. സോ AI ഇനി ഹോസ്പിറ്റാലിറ്റി, അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചർ ജനറേഷനിൽ AI ഹോസ്പിറ്റാലിറ്റിയിൽ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സ് കൂടി നമ്മൾ കൊടുക്കുന്നത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? സർ, നമ്മുടെ ഇതിൽ ഒരു നോർമൽ ഡിഗ്രി 3 വർഷത്തെ ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് നോർമൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ഒരു എക്സ്പീരിയൻസ് വേണ്ടി 1 or 2 years കൊണ്ട് പുറത്ത് പോകേണ്ടി വരും. സോ ഓൾമോസ്റ്റ് ഒരു 5 years എടുക്കും. ബട്ട് നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൽ തന്നെ ഇന്റേൺഷിപ്പ് എംബഡഡ് പ്രോഗ്രാം, അതായത് 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൽ 2 years 1.5 years ക്ലാസ്സും പിന്നീടുള്ള ലാസ്റ്റ് 1.5 years ഇന്റേൺഷിപ്പാണ്. സോ ആ ഡ്യൂറിങ് ഇന്റേൺഷിപ്പിന് 1.5 വർഷത്തെ ഇന്റേൺഷിപ്പ് അവർക്ക് സ്റ്റൈപ്പിന് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 1.5 വർഷം ഇന്റേൺഷിപ്പ് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൺവേർട്ട് ചെയ്യണം. സോ ഈ കോഴ്സ് കഴിയുമ്പോൾ അവർക്ക് BBA ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റോടൊപ്പം തന്നെ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് 1.5 വർഷത്തെ കിട്ടും. സോ അവർക്ക് ഇത് കോഴ്സ് കഴിയുമ്പോൾ അവർക്ക് അസിസ്റ്റന്റ് മാനേജർ, സൂപ്പർവൈസർ റോളിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ഈ റോളിലേക്ക് എങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഒരു ഓപ്പണിംഗ് എന്നിട്ട് വളരെ എളുപ്പമാണ്. അതെ, കാരണം ബിക്കോസ് ഒരു ഫ്രഷർ അല്ല, അവർ എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാവരും നോക്കുന്നൊരു മിനിമം 1 year എക്സ്പീരിയൻസ്, ബട്ട് നമ്മൾ 1.5 years എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. നമ്മുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇവിടെ ഇന്റേൺഷിപ്പ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് കവർ ഉണ്ട്. അവർക്ക് ഏത് മേഖലയാണോ താല്പര്യം അത് അവർക്ക് സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാം. ഇതിലെത്ര സീറ്റുകളാണുള്ളത്? ഇതിൽ നമുക്ക് 50 സീറ്റാണുള്ളത്. ഹോണേഴ്സ് ഉണ്ട്, ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, 1 year കോഴ്സ് ഉണ്ട്.
സോ ടോട്ടൽ നമുക്ക് ഓവറോൾ 150 ആണ് ടാർഗറ്റ് വരുന്നത്. എന്നാൽ പ്ലേസ്മെന്റ് സാധ്യതകൾ എങ്ങനെയാണ്? നമുക്ക് വിദേശത്തും അതേപോലത്തെ ഇന്ത്യയിൽ എവിടെയും പാൻ ഇന്ത്യ നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റാലിറ്റി മേഖല നമുക്ക് GCC അല്ലാതെ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വിസ ഈസി ആയിട്ട് പ്രൊസസ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക്. സോ നമ്മൾ അതിലും കൂടെ ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലേസ്മെന്റ് നമുക്ക് സ്റ്റുഡൻസ് എവിടെയാണ് പ്രിഫർ ചെയ്യുന്നത് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കുന്ന ഇന്റേൺഷിപ്പ് മാക്സിമം എല്ലാവരും ഈ 1.5 years ഇന്റേൺഷിപ്പ് ചെയ്യുന്നവിടെ തന്നെ അവർക്ക് കൂടുതൽ പ്ലേസ്മെന്റ് കിട്ടാറുണ്ട്. അവിടെ തന്നെ അവർ പ്ലേസ്ഡ് ആവാറുണ്ട്. അത് കൂടാതെ നമ്മൾ പിന്നെ സ്റ്റുഡൻസ് ചിലവർ പറയും ഗൾഫിൽ ഇത് വേണമെന്ന്, ചിലവർ പറയും നാട്ടിൽ തന്നെ വേണം. സോ നമുക്ക് വൈഡ് ഓപ്പർച്യൂണിറ്റികൾ. സോ അവർ എവിടെയാണ് പ്രിഫർ ചെയ്യുന്നത് അവിടെ നമുക്ക് കൊടുക്കും. സോ എല്ലാം നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള കമ്പനീസിന് വിവിധ കമ്പനീസിലും പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. എവിടെയൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് വരുന്നത്? നമ്മളിപ്പോൾ ദുബായിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരു 5 പേര് ഇപ്പോൾ മലേഷ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ കൂടുതൽ ഫോറിൻ പ്ലേസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ നാട്ടിൽ തന്നെ എങ്ങനെ സാധ്യതകൾ? നാട്ടിൽ സാധ്യത ഇപ്പോൾ നമുക്ക് കുറേ പേര് ഇപ്പോൾ കാലിക്കറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പാൻ ഇന്ത്യയും നോക്കുന്നുണ്ട്. സോ ബട്ട് ഓരോ ഏരിയയും ഡിപ്പെൻഡ്സ് ആയിരിക്കും സാലറി. സോ നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാലറി ആയിരിക്കില്ല നമ്മൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ മെട്രോ സിറ്റീസ് പോകുമ്പോഴുള്ള സാലറി. ബട്ട് അത് നമുക്കിപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും വൈഡായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ റീലൊക്കേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ്. ബിക്കോസ് ഓൾറെഡി ഒരു 2 years ബാംഗ്ലൂർ ആയതുകൊണ്ട് അവർ റീലൊക്കേഷൻ ഇഷ്യൂ അല്ല. സോ പ്ലേസ്മെന്റ് നമുക്ക് ആ ഡ്യൂറിങ് ഇവിടുത്തെ 1 year ഇന്റേൺഷിപ്പ് ടൈമിൽ തന്നെ നമുക്ക് അവർക്ക് സോഫ്റ്റ് സ്കിൽ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അവരെ മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യും. സോ ഈ വർഷം നമ്മൾ കൂടുതൽ ഫോറിൻ പ്ലേസ്മെന്റ്സും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. പഠിക്കാം, സമ്പാദിക്കാം, എക്സ്പീരിയൻസും നേടാം, അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യതകളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യാം. ഇങ്ങനെയുള്ള വലിയൊരു സാധ്യതയാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് രംഗത്ത് മർക്കസ് യൂണിവേഴ്സിറ്റിയിലെ ഫെസിലിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്.